നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് പറയുന്ന വിഷയം, ഈ ഓഗസ്റ്റ് മാസം പകുതി കഴിഞ്ഞിട്ട് സെപ്റ്റംബർ പകുതി വരെയുള്ള കുറച്ച് രാശിക്കാർക്ക് ആ സമയത്ത് വരുന്ന പല യോഗങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ഉയർച്ചകളും ഉണ്ടാകുന്നൊരു സമയമാണ് ചില രാശിക്കാർക്ക്. ആ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും രാശി ഏതൊക്കെയെന്നും എന്തൊക്കെയാണ് സംഭവിക്കേണ്ട കാര്യങ്ങൾ വരുന്നതെന്നുമുള്ള ഒരു ചെറുതായിട്ടുള്ളൊരു വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുന്നേ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഈ ഓഗസ്റ്റ് മാസം മുതൽ പല രാശിക്കാർക്കും പല പ്രവർത്തന മേഖലകളിലും വലിയ രീതിയിലുള്ള ഉന്നതി, ഉണർവ് എന്നിവ ഉണ്ടാകുന്നുണ്ട്. അതിൽ തൊഴിൽപരമായിട്ട്, വിദ്യാഭ്യാസപരമായി, ധനപരമായിട്ട്, വിവാഹ കാര്യങ്ങളിൽ, കുടുംബ മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് പെടുന്നു. 8 രാശിയിൽപ്പെടുന്ന 20 നക്ഷത്രക്കാർക്കാണ് കഴിഞ്ഞ 3 വർഷത്തിൽ വരുന്ന ഏറ്റവും നല്ല സമയമാണിത്. ഇത് സെപ്റ്റംബർ 3 വരെ ഇരിക്കും എന്നുള്ളത് ആണ് പറയുന്നത്. എന്നിരുന്നാലും സെപ്റ്റംബർ പകുതി വരെ അതിൻ്റെ ഒരു ബലം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകിച്ച് പറയുന്നു. ഇതിൽ 3 നക്ഷത്രക്കാർക്ക് കുബേര സമ്പന്ന യോഗം ഉണ്ടാകുവാനും, അതായത് ഇവർക്ക് ധനാഗമന സാധ്യതകൾ ഏറെ വന്നു ചേരുവാനും ഉള്ളൊരു സമയമാണ്. ഇതിൽ വരുന്ന രാശികൾ അല്ലെങ്കിൽ ഏതൊക്കെ രാശിക്കാരാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ട് വരുന്നത് മേടരാശിയാണ്. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ഇതിൽപ്പെടുന്നു. ഇതിൽ കർമ്മസ്ഥാനത്തും ധനസ്ഥാനവും മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കർമ്മസ്ഥാനം എന്ന് പറയുമ്പോൾ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലാണ്. കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാവും വലിയ രീതിയിലുള്ള. സഹപ്രവർത്തകർ എല്ലാ പേരും അനുകൂലമായി തന്നെ നിലനിൽക്കും എന്നുള്ളതും, ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. വൻ രീതിയിലുള്ള സമ്പത്ത് ഈ നക്ഷത്രക്കാരെ തേടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. നേരത്തെ കൂട്ടി മുന്നിൽ ചെയ്തിരുന്ന സൽപ്രവർത്തികളുടെയൊക്കെ ഉപകാരം എന്ന നിലയ്ക്ക് ആണ് ഈ സമ്പത്ത് കൈവരിക്കാൻ പോകുന്നത്. ഇത് ജീവിതത്തിലെ, ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഒരു സുവർണമായ കാലഘട്ടം തന്നെ ആയിരിക്കും. തുടർന്ന് വരുന്നത് ഇടവരാശിയിൽ വരുന്ന കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം അര എന്നീ നക്ഷത്ര ജാതകരാണ്. നല്ല രീതിയിലുള്ള ബലമാണ് വന്നു ചേരുന്നത്. 1-ാം തീയതി മുതൽ വരുന്നത് നല്ല രീതിയിൽ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിലുള്ള ഫലങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും സന്തോഷം, സമാധാനം എന്നിവ വന്നു ചേരും. ധനസ്വരൂപണവുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഏറ്റവും മികച്ചൊരു മാസമായിരിക്കും. കുടുംബം, ദാമ്പത്യം എന്നിവ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ദൃഢമായ ബന്ധങ്ങളായിരിക്കും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായം കൊണ്ട് ഭാഗ്യമായ അനുഭവങ്ങൾ ഉണ്ടായി വരും. ബിസിനസ് പരമായി അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നവർക്കും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഗുണങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണിത്. പിന്നെ വരുന്നത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ആ മിഥുനക്കൂറിൽ പെടുന്നതെന്ന് പറയുമ്പോൾ മകയിരം അര, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ഇവർക്കും നല്ല സമയമാണ് വരുന്നത്. സമൂഹത്തിലും ജോലി സ്ഥലത്തും നല്ല കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത്. ബിസിനസ് നടത്തുന്നവർക്ക് വൻ സാമ്പത്തിക ലാഭം ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ഭാഗ്യാനുഭവം ഉണ്ടാകും. ഹ്രസ്വദൂര യാത്രകൾ നടത്തേണ്ടി വരും. കർമ്മമേഖലകളിൽ സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകാം. ഓഗസ്റ്റ് പകുതി കഴിഞ്ഞതിന് ശേഷം ജോലിയിൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകും. അത് നിങ്ങളുടെ ആ അതായത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ജീവിത രീതിയിൽ, അത് കരിയറിൽ എന്ന് പറയും, നല്ല മാറ്റം വരുത്തുന്ന ഒരു സംഭവമായിരിക്കും. കുടുംബജീവിതത്തിലാണെങ്കിൽ നല്ലത് മാത്രമേ സംഭവിക്കൂ.
ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും, കൊടുക്കൽ വാങ്ങലുകളുമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടാവുമെങ്കിലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർ, ഈ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. തുടർന്ന് വരുന്ന കർക്കിടകക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങളാകുമ്പോൾ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർക്കും സമയം വളരെ നല്ലതായിരിക്കും. സമൂഹത്തിലാണെങ്കിൽ തന്നെയും ഇല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിൽ തന്നെയും വളരെയധികം സ്വാധീനം ഉണ്ടാക്കിയെടുക്കുവാനും സ്വാധീനം ഉണ്ടാവുകയും ചെയ്യുന്ന സമയം, എല്ലാ തടസ്സങ്ങളും തരണം ചെയ്തു പോകുവാനുള്ളൊരു സമയം, സാമ്പത്തികമായും ആരോഗ്യപരമായും വളരെയധികം മെച്ചമുണ്ടാകുന്നൊരു സമയം, ദീർഘദൂര യാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കും സാധ്യതയുള്ളൊരു സമയം, കൂടാതെ തീരുമാനങ്ങൾക്ക് കുടുംബ പിന്തുണ ലഭിക്കുകയും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ കേൾക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ചതുപോലെ തന്നെ അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുകയും സാമ്പത്തികം നല്ല രീതിയിൽ മെച്ചപ്പെടുകയും ചെയ്യുന്ന നല്ലൊരു സമയം തന്നെയായിരിക്കും ഇത്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം കാൽഭാഗം എന്നീ ജാതകക്കാർക്ക് നല്ല സമയം വരുന്ന കാലമാണ്. സാമ്പത്തികമായി ലാഭമുണ്ടാകും. കുബേര സമാന ജീവിതം നയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പ്രശ്നവശാൽ പറയാൻ പറ്റുക. ചെറുകിട വ്യവസായം, വൻകിട ബിസിനസ്സുകാർക്ക് ഉയർച്ചയുണ്ടാകും. അതേസമയം തന്നെ ദാമ്പത്യം കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അതായത് പങ്കാളിയുമായി സ്വരച്ചേർച്ചകൾ ഉണ്ടാകാം എന്നൊരു കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ. അല്ലാതെ വളരെ പ്രശ്നങ്ങളൊന്നുമല്ല. അതൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാനത്തോടെ എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും കലങ്ങി തെളിയും എന്നുള്ളതാണ്. നിക്ഷേപം, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല കാലമായിരിക്കും ഇത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് വരുന്നത് തുലാം രാശിയാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ ചിത്തിരാര, ചോതി, വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ എന്നിവ ഇതിൽ പെടുന്നു. ഈ പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ നക്ഷത്ര ജാതകർക്ക്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും ആരംഭിക്കുവാനും സാധിക്കും, അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഓഗസ്റ്റ് മാസം പകുതി കഴിയുന്നതോടെ സാമ്പത്തികമായിട്ടുള്ള വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യുന്നതാണ്. ഇത് വിദേശ വിനിമയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇതോ അല്ലെങ്കിൽ വേറെ മറ്റ് വിദേശത്തുള്ള വിപണന മേഖലകളുമായിട്ടുള്ള ബന്ധപ്പെട്ടോ ഏതെങ്കിലും രീതിയിൽ എന്ത് വേണമെങ്കിലും ആകാം, ആ രീതിയിലൊക്കെ വലിയ കാര്യങ്ങൾ ഉണ്ടായി വരും. ദാമ്പത്യം, പ്രണയം എന്നീ കാര്യങ്ങളിൽ ഏറെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നമനം ഉണ്ടാകും. തൊഴിൽ സ്ഥാപനങ്ങളിൽ വൻ പുരോഗതി വന്നു ചേരും. കർമ്മമേഖലകൾ ഉന്നതിയിലേക്ക് എത്തും. ക്രയവിക്രയങ്ങൾ വിചാരിച്ചതുപോലെ നടന്നു കിട്ടുകയും വൻ സാമ്പത്തിക പുരോഗതി ഈ പറഞ്ഞ നക്ഷത്രത്തിൽ ചിലർക്കെങ്കിലും വന്നു ചേരുകയും ചെയ്യുന്നതായിരിക്കും. തുടർന്ന് വരുന്നത് മകരം രാശി. ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാരാണ്. അവിട്ടം ആദ്യത്തെ അരഭാഗം ഇതിൽപ്പെടുന്നു. ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കുടുംബജീവിതത്തിൽ ചില ചെറിയ രീതിയിലുള്ള സ്വരച്ചേർച്ചകളുണ്ടാകും. ഇതിനാൽ ആ കാര്യങ്ങളിലൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. അതേസമയത്ത് തന്നെ സാമ്പത്തികവും വളരെയധികം ഉന്നതിയിൽ പോവുകയും കർമ്മരംഗം പുഷ്ടിപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. സംരംഭങ്ങളിൽ നിന്നും വരുമാനങ്ങൾ ലഭിക്കും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടുവാൻ സാധിക്കും. സമൂഹത്തിൽ സ്വീകാര്യമായ കാര്യങ്ങളിൽ ഇടപെടാനും അതിൽ സ്വീകാര്യതയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മീനക്കൂറിൽ വരുന്ന പൂരുരുട്ടാതി കാൽഭാഗം, ഉത്തുരുട്ടാതി, രേവതി നക്ഷത്രക്കാർ ഏറെ ഗുണങ്ങളുണ്ടാകുന്നൊരു സമയമാണ്. അനാവശ്യമായിട്ടുള്ള പേടി, ഭയം ഒഴിവാക്കുക. ശത്രുക്കളുടെ ശല്യമുണ്ടാകും, പല രീതിയിലും ശത്രുക്കളുടെ ശല്യമുണ്ടാകും. എന്നാലൊക്കെ അതെല്ലാം മറികടക്കാൻ സാധിക്കുകയും ചെയ്യും. ജീവിതത്തിൽ പുതിയ ബന്ധങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. വിദേശ പഠനം സാധ്യമാകും. സാമ്പത്തികം വളരെ ഉയർന്നു വരും. ദമ്പതിമാർക്ക് നല്ല സമയം കൂടിയാണിത്. ഈ രീതിയിലാണ് ഓഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെയുള്ള ഈ മുകളിൽ പറഞ്ഞ രാശിക്കാർക്ക് വരുന്ന നക്ഷത്രക്കാരിൽ വരുന്ന ഗുണമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. വളരെ ഉന്നതിയിലെത്താൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണിത്. കൂടാതെ ഈ നക്ഷത്ര ജാതകർ ജാതകവശാൽ കൂടി പരിശോധിച്ച്
ഗ്രഹദോഷ പരിഹാരങ്ങൾ യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി നടത്തി കഴിഞ്ഞാൽ പൂർണ്ണമായ ഫലം ലഭിക്കും എന്നുള്ളത് തന്നെ ഉറപ്പിച്ച് പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.